Dear students, welcome to Learner's World. In this video, I'm going to talk about a poem analysis, The Tiger by William Blake, FIUGP, Semester 4, SEC Humanities and Other BA programs under Calcutta University. Summary of The Tiger. It is a famous poem by William Blake and published in Songs of Experience. It published in 1794. ടൈഗർ എന്ന് പറഞ്ഞിട്ടുള്ള കവിത എഴുതിയിട്ടുള്ള വില്യം ബ്ലേക്ക് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു കളക്ഷൻ ഓഫ് പോംസ് ആണ് സോങ്സ് ഓഫ് എക്സ്പീരിയൻസ്. അതിലാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 1794 പബ്ലിഷ് ചെയ്യുന്നത്. ദ പോം എക്സ്പ്ലോർസ് ദ മിസ്റ്ററി ഓഫ് ക്രിയേഷൻ ആൻഡ് ദ ഡ്യുവൽ നേച്ചർ ഓഫ് ഗോഡ് ആൻഡ് ദ യൂണിവേഴ്സ്. അപ്പോൾ ഈ ഒരു കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മിസ്റ്ററി ഓഫ് ക്രിയേഷൻ, സൃഷ്ടിയുടെ രഹസ്യം, അതുപോലെ ഡ്യുവൽ നേച്ചർ ഓഫ് ഗോഡ് ആൻഡ് ദ യൂണിവേഴ്സ്, ദൈവത്തിൻ്റെയും അതുപോലെ യൂണിവേഴ്സ് പ്രപഞ്ചത്തിൻ്റെയും ഒക്കെ ഡ്യുവൽ നേച്ചർ, ഇരട്ട സ്വഭാവം, ഇതൊക്കെയാണ് അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ദ പോം ബിഗിൻസ് വിത്ത് ദ പോയിറ്റ് അഡ്രസ്സിങ് എ ടൈഗർ ബേണിംഗ് ബ്രൈറ്റ്ലി ഇൻ ദ ഡാർക്ക് ഫോറസ്റ്റ് അറ്റ് നൈറ്റ്. അപ്പോൾ ഈ ഒരു കവിത തുടങ്ങുന്നത് തന്നെ കവി ഒരു ടൈഗറിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ്. അതായത് രാത്രിയിലെ കാടിനുള്ളിൽ തീവ്രമായിട്ട് പ്രകാശിക്കുന്ന ഒരു കടുവനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കവിത തുടങ്ങുന്നത്. ദി ഗ്ലോയിങ് ടൈഗർ ക്രിയേറ്റ്സ് എ ഫീലിംഗ് ഓഫ് ഫിയർ, പവർ ആൻഡ് ഏവ്. അപ്പോൾ ഈ ഒരു തിളങ്ങുന്ന, ഈ ഒരു പ്രകാശിക്കുന്ന ഈ ഒരു കടുവ, അത് ഭയം, അതുപോലെ പവർ, ശക്തി, അത്ഭുതം തുടങ്ങിയിട്ടുള്ള വികാരങ്ങളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. Blake wonders what kind of immortal creature could have made such a terrifying and beautiful creation. അപ്പോൾ ഈ ഒരു സമയത്ത് വില്യം ബ്ലേക്ക്, നമ്മുടെ കവി, വളരെ അത്ഭുതപ്പെടുന്നുണ്ട്. ഇത്രയും ഭീകരവും അതേസമയം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൃഷ്ടിയെ ഏത് സൃഷ്ടാവാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം അത്ഭുതപ്പെടുന്നുണ്ട്. ദിസ് ക്വസ്റ്റ്യൻ ഇൻട്രൊഡ്യൂസസ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോം. ഹൗ ക്യാൻ ദ സെയിം ക്രിയേച്ചർ മേക്ക് ബോത്ത് ബ്യൂട്ടി ആൻഡ് ടെറർ. അപ്പോൾ ഈ ഒരു ചോദ്യം തന്നെ ഈ ഒരു കവിതയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആശയം കൊണ്ടുവരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരേ സമയം സൗന്ദര്യവും അതുപോലെ തന്നെ ഭീകരതയും സൃഷ്ടിക്കാനാകുന്നുണ്ട് ദൈവത്തിന്. ഇങ്ങനെയുള്ളൊരു സൃഷ്ടിയിൽ വില്യം ബ്ലേക്ക് വണ്ടർ അടിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു, അതായത് ആർക്കാണ്, ഏത് ദൈവത്തിനാണ് ഇങ്ങനെ ഒരേ സമയം ബ്യൂട്ടി ആൻഡ് ടെറർ ഒരേ സമയം ക്രിയേറ്റ് ചെയ്യാൻ കഴിയുക എന്ന് അദ്ദേഹം ആശ്ചര്യപ്പെടുന്നുണ്ട്. ആസ് ദ പോം കണ്ടിന്യൂസ്, ബ്ലേക്ക് യൂസസ് എ സീരീസ് ഓഫ് റിട്ടറിക്കൽ ക്വസ്റ്റ്യൻസ്. അങ്ങനെ കവിത മുന്നോട്ട് പോകുന്ന സമയത്ത് ബ്ലേക്ക് ഒരുപാട് റിട്ടറിക്കൽ ക്വസ്റ്റ്യൻസ്, ഒരുപാട് പ്രശ്നരൂപത്തിലുള്ള ചോദ്യങ്ങൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഹി ആസ്ക് വേർ ദ ഫയർ ഇൻ ദ ടൈഗേഴ്സ് ഐ കെയിം ഫ്രം ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് കറേജ് ആൻഡ് സ്ട്രെങ്ത് വർ നീഡഡ് ടു ഷേപ്പ് സച്ച് എ ക്രിയേച്ചർ. അതേ ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ ചോദിക്കുന്നുണ്ട്. അതിൽ ഉള്ള ഒന്നാണ് വേർ ദ ഫയർ ഇൻ ദ ടൈഗേഴ്സ് ഐ കെയിം ഫ്രം. അതായത് കടുവയുടെ കണ്ണുകളിലുള്ള ആ ഒരു തീ എവിടെ നിന്നാണ് വന്നത്. അതുപോലെ വാട്ട് കൈൻഡ് ഓഫ് കറേജ് ആൻഡ് സ്ട്രെങ്ത് വർ നീഡഡ് ടു ഷേപ്പ് സച്ച് എ ക്രിയേച്ചർ. അതായത് ഇത്ര ശക്തിയുള്ള ഒരു ജീവിയെ രൂപപ്പെടുത്താൻ എത്ര ധൈര്യവും ശക്തിയും ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ള ചോദ്യങ്ങളൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ദ ഫയർ സിംബലൈസസ് എനർജി, പവർ ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ്. ഇവിടെ പവർ, അതായത് ശക്തി എന്ന് പറയുന്നത് എനർജിനെയും, ഫയർ മീൻസ് തീ എന്ന് പറയുന്നത് എനർജിനെയും ശക്തിയെയും അതുപോലെ നാശത്തെയും, ഒരു ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ്, ഇതിനൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു നാശകരമായിട്ടുള്ള ഒരു ബലത്തിനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ദീസ് ക്വസ്റ്റ്യൻസ് ഷോ ദ പോയറ്റ്സ് അമേസ്മെൻറ്റ് ആൻഡ് ഫിയർ വൈൽ തിങ്കിങ് അബൌട്ട് ദ ക്രിയേറ്റേഴ്സ് പവർ. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾ ക്രിയേറ്ററുടെ, സൃഷ്ടാവിൻ്റെ ശക്തിയെക്കുറിച്ചിട്ടുള്ള കവിയുടെ അത്ഭുതവും ഭയവും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. Blake then compares the creation of the tiger to a blacksmith work using images like hammer, anvil, furnace and chain. പിന്നീട് വില്യം ബ്ലേക്ക് ഈ ഒരു ക്രിയേഷനെ, ഈ ഒരു ടൈഗറിനെ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു സൃഷ്ടി
ബ്ലാക്ക് സ്മിത്തിൻ്റെ വർക്കുമായിട്ട് കമ്പാരിസൺ നടത്തുന്നുണ്ട്. അതിലൊരുപാട് ഇമേജറി ഉപയോഗിച്ചിട്ടുണ്ട്. ഹാമർ, ആൻവില്, ഫേർണേസ്, ചെയിന് തുടങ്ങിയിട്ടുള്ളതൊക്കെ ഇമേജറി അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു കടുവയുടെ ഈ ഒരു സൃഷ്ടിന് വില്യം ബ്ലേക്ക് ഒരു ബ്ലാക്ക് സ്മിത്ത്, ഇരുമ്പ് പണിക്കാരൻ, അതായത് ആലയിൽ അടിച്ച് പരുത്തിണ്ടാക്കുന്ന ആ ഒരു ഇരുമ്പ് പണിക്കാരനുമായിട്ട് കമ്പാരിസൺ നടത്തുന്നുണ്ട്. അതായത് ഹാമർ, അതുപോലെ ഈ ചൂള, ഈ ഇരുമ്പ് ഇങ്ങനെ ചൂടാക്കിയെടുക്കുന്ന ആ ഒരു ചൂള, അതുപോലെ ഇരുമ്പ് ഇങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇരുമ്പിൻ്റെ അടിക്കാൻ ഉപയോഗിക്കുന്ന കല്ല് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇമേജറി ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ദിസ് സജസ്റ്റ് ദാറ്റ് ദ ടൈഗർ വാസ് ക്രിയേറ്റഡ് ത്രൂ ഇൻഡ്യൻസ് എഫേർട്ട് ആൻഡ് സ്കിൽ. അപ്പോൾ ഇതൊക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കടുവ എന്ന് പറയുന്നത് വളരെ കഠിനമായ പരിശ്രമവും അതുപോലെ അപൂർവമായിട്ടുള്ള കഴിവും ഉപയോഗിച്ചാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വ്യക്തമാക്കാനാണ് ഈ ഇമേജറിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് കടുവനെ ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്ന് കാണിക്കണം. അതായത് നല്ല എഫേർട്ട് ഉണ്ട്, നല്ല കഴിവ് വേണം എന്നുള്ളതൊക്കെ കാണിക്കാനാണ് ഇങ്ങനെ കമ്പാരിസൺ നടത്തിയിട്ടുള്ളത്. ഇറ്റ് ഓൾസോ ഹൈലൈറ്റ്സ് ദ സ്ട്രെങ്ത് ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ദ ക്രിയേച്ചർ. അതോടൊപ്പം തന്നെ ഈ ബ്ലാക്ക് സ്മിത്തുമായിട്ട് കമ്പാരിസൺ നടത്തുന്നത് ഈ ഒരു സൃഷ്ടിയുടെ ബലം, ശക്തി, അതുപോലെ അവരുടെ ഡിറ്റർമിനേഷൻ ഒക്കെ, പരിശ്രമം, കഠിനമായ പരിശ്രമം, ഇതിനൊക്കെ അതുപോലെ നിശ്ചയദാർഢ്യം, ഇതിനൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. The poet further wonders whether the creator felt happy or proud after completing such a fearful creation. പിന്നീട് കവി അത്ഭുതപ്പെടുന്നുണ്ട്. എന്നിട്ടൊരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട്. അതായത് ഇത്തരമൊരു ഭീകരമായിട്ടുള്ള സൃഷ്ടി പൂർത്തിയാക്കിയ ശേഷം ഇതിൻ്റെ ക്രിയേറ്റർക്ക്, ഇതിൻ്റെ സൃഷ്ടാവിന് സന്തോഷമോ അഭിമാനമോ അനുഭവിച്ചിട്ടുണ്ടാകുമോ എന്ന് കവി ചോദിക്കുന്നുണ്ട്. He asked an important question. Did the same God who made the gentle lamb also make the fierce tiger? The lamb represents innocence, peace and gentleness, while the tiger represents experience, violence and power. പിന്നീട് അദ്ദേഹം ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട്. അതായത് വളരെ സൗമ്യവും അതുപോലെ നിരപരാധിയുമായിട്ടുള്ള ഒരു ആട്ടിൻകുട്ടിയെ സൃഷ്ടിച്ച അതേ ദൈവമാണോ ഈ ക്രൂരമായ കടുവയെയും സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ആട്ടിൻകുട്ടി എന്ന് പറയുന്നത് ഒരു നിരപരാധി അല്ലെങ്കിൽ ഒരു സമാധാനം, സൗമ്യത എന്നിവയൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പീസ്, ജെൻറ്റിൽനെസ്, ഇതിനൊക്കെ. പക്ഷെ കടുവ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്, പവർ, ശക്തി, അതുപോലെ വയലൻസ്, അക്രമം, പവർ, ശക്തിനൊക്കെയാണ് പ്രതിനിധീകരിക്കുന്നത്. Through this contrast, Blake presents the idea that good and evil, gentleness and terror exist together in the world. അപ്പോൾ ഈ ഒരു കോൺട്രാസ്റ്റിലൂടെ, അതായത് ഈ വൈരുദ്ധ്യത്തിലൂടെ, അതായത് ഒരു ലാമ്പിനെ സൃഷ്ടിച്ചതും ദൈവമാണ്, അതിൻ്റെ സൃഷ്ടാവാണ്. അതായത് വളരെ പീസ്ഫുള്ളായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ലാമ്പിനെ സൃഷ്ടിച്ചതും ദൈവമാണ്. ക്രൂരനായിട്ടുള്ള കടുവനെ സൃഷ്ടിച്ചതും ദൈവമാണ്. അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യത്തിലൂടെ നല്ലതും ചീത്തയും സൗമ്യതയും ഭീകരതയും ലോകത്ത് ഒരുമിച്ച് നിലനിൽക്കുന്നതായിട്ട് ഇതിലൂടെ ബ്ലേക്ക് കാണിക്കുന്നുണ്ട്. വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ലോകത്ത്. ഗോഡ് ഈസ് ഷോൺ ആസ് എ ക്രിയേച്ചർ ഓഫ് ബോത്ത് ഇന്നസെൻസ് ആൻഡ് എക്സ്പീരിയൻസ്. അതായത് ദൈവം എന്ന് പറയുന്നത് ഇന്നസെൻസ്, അതായത് നിഷ്കളങ്കതയുടെയും അതുപോലെ എക്സ്പീരിയൻസ്, അനുഭവത്തിൻ്റെയും സൃഷ്ടാവായിട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. In conclusion, The Tiger is a powerful poem that explores the mystery of creation, the dual nature of God, and the balance between beauty and fear in the universe. അപ്പോൾ ഈ ഒരു കവിത അവസാനിപ്പിക്കുകയാണെങ്കിൽ ദ ടൈഗർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ശക്തിയായിട്ടുള്ള ഒരു കവിതയാണ്. ശക്തമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ട ഒരു കവിതയാണ്. ഇതിൽ എക്സ്പ്ലോർ ചെയ്യുന്ന തീം എന്ന് പറയുന്നത് മിസ്റ്ററി ഓഫ് ക്രിയേഷൻ, സൃഷ്ടിയിലെ രഹസ്യങ്ങൾ, ദ ഡ്യുവൽ നേച്ചർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ആ ഒരു ഇരട്ട നേച്ചർ, ഇരട്ട സ്വഭാവം. അതായത് ഈ ഒരു കോൺട്രാസ്റ്റുകളിൽ സൃഷ്ടിക്കുന്ന ദൈവം, അതായത് വിരുദ്ധത സൃഷ്ടിക്കുന്ന ദൈവം, ഒരേ സമയം സമാധാനപരമായിട്ടുള്ള ഇന്നസെൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലാമ്പിനെയും ദൈവമാണ് സൃഷ്ടിക്കുന്നത്. അതേസമയം തന്നെ
ക്രൂരമായിട്ടുള്ള കടുവേനെ സൃഷ്ടിക്കുന്നതും ദൈവമാണ്. ദെൻ ബാലൻസ് ബിറ്റ്വീൻ ബ്യൂട്ടി ആൻഡ് ഫിയർ ഇൻ ദ യൂണിവേഴ്സ്. അതുപോലെ പ്രപഞ്ചത്തിൽ സൗന്ദര്യവും പേടിയും തമ്മിലുള്ള ആ ഒരു ബാലൻസ് ഒക്കെ ഒക്കെയാണ് ഇതിൽ എക്സ്പ്ലോർ ചെയ്യുന്ന തീംസ് എന്ന് പറയുന്നത്. ആ ഒരു സൗന്ദര്യത്തിൻ്റെയും അതുപോലെ ഭയത്തിൻ്റെയും തുലനം എന്നിവ ആഴത്തിൽ അന്വേഷിക്കുന്ന ഒരു ശക്തമായിട്ടുള്ള കവിതയാണ് ദ ടൈഗർ എന്ന് പറയുന്നത്. ദ പോം ഡസ് നോട്ട് ഗിവ് ആൻസേഴ്സ് ബട്ട് എൻകറേജസ് റീഡേഴ്സ് ടു തിങ്ക് ഡീപ്ലി അബൌട്ട് ലൈഫ്, നേച്ചർ ആൻഡ് ഡിവൈൻ പവർ. അപ്പോൾ ഈ ഒരു കവിതയിൽ നമുക്കൊരു നേരിട്ടുള്ള ഒരു ഉത്തരങ്ങളൊന്നും ഇതിൽ നൽകുന്നില്ല, പക്ഷേ കവി ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിന് പകരമായിട്ട്, ഉത്തരങ്ങൾ നൽകുന്നതിന് പകരമായിട്ട് ജീവിതത്തെയും പ്രകൃതിയെയും ദൈവിക ശക്തിയെയും കുറിച്ച് ആഴത്തിൽ ചിന്തിപ്പിക്കാൻ വായനക്കാരനെ